അങ്ങനെ മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് നമുക്ക് കോളേജ് സെലക്ഷൻ വരിക, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് കേരളത്തിലെ ടോപ്പ് കോളേജസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കോളേജിലും വ്യത്യസ്ത ഫെസിലിറ്റീസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്തതിന് ശേഷമാണ് അലോട്ട്മെന്റുകൾ വരിക. മെയിൻ ആയിട്ട് 3 അലോട്ട്മെന്റുകളാണ് ഉള്ളത്. ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. ട്രയൽ അലോട്ട്മെന്റ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിക്കാനായിട്ട് എങ്ങനെയാണ് അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒരു ട്രയൽ ആണ്. ആ സമയത്ത് മാർക്കുള്ള കുട്ടികൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടാൻ, ചിലർക്ക് കിട്ടാതിരിക്കാം. ഈ ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടിയ അതേ കോളേജ് തന്നെ ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാൻ ചിലപ്പോൾ മാറ്റം വരാം. അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ അറേഞ്ച്